ഹലോ ഫ്രണ്ട്സ്, യുകെയിലെത്തിയ നല്ലൊരു ശതമാനം മലയാളികൾ ഇപ്പോഴൊരു നരക ജീവിതമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിഷണറി കെയർ വിസകളിലും അതുപോലെ തന്നെ മറ്റ് കെയർ ഹോമുകളിലൊക്കെ 10-20 ലക്ഷം രൂപയൊക്കെ മുടക്കി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഈ പൈസ മുടക്കാതെ വന്ന കെയർമാരെ സംബന്ധിച്ചുള്ള അവർ കുറച്ചുകൂടി സേഫാണ്. അതായത് അവർ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നല്ല നല്ല നേഴ്സിംഗ് ഹോമുകൾ, ഉത്തരവാദിത്തപ്പെട്ട നല്ല നേഴ്സിംഗ് ഹോമുകളാണ്. കാരണം ഈ നല്ല നല്ല നേഴ്സിംഗ് ഹോമുകൾ എന്ന് പറഞ്ഞാൽ അവർ ഇന്റർനാഷണൽ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ 5 പൈസ പോലും വാങ്ങിയിട്ടില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ഇടയ്ക്ക് ദുബായിൽ നിന്ന് ഇവിടെ യുകെയിൽ വന്നിപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി കേട്ടോ. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ഇന്റർവ്യൂ എടുത്തുകൊണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരി ഇവിടെ വന്നത്, പുള്ളിക്കാരി അക്കൗണ്ട്സിലെങ്ങാണ്ട് ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ലക്ക് നോക്കണം. കാരണം ഇവിടുത്തെ ഒരു നേഴ്സിംഗ് ഹോമിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തുന്നു, അവർ അപ്ലൈ ചെയ്യുന്നു, അവർക്ക് ജോലി കിട്ടുന്നു. കാരണം ഇവിടെ യുകെയിൽ ലാൻഡ് ചെയ്ത് നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. പക്ഷെങ്കിൽ അവരുടെ ഭാഗ്യത്തിന് ഒരു പൈസ പോലും അവർ മുടക്കില്ല. നമുക്കറിയാം ധാരാളം നമ്മളുടെ നേഴ്സന്മാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസ് ഗൾഫിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പം ഇസ്രായേലിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ധാരാളം നേഴ്സസ് അവിടെ വർഷങ്ങളോളം ഈ കെയർ ഹോമുകളിലും വീടുകളിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ 15-20 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് ഇവിടെ വന്ന് ഈ ഡൊമിഷണറി കെയറിലും അതേപോലെ തന്നെ നേഴ്സിംഗ് ഹോമുകളിലും ഒക്കെ ജോലി ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഇതേപോലെ എത്തിയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട നല്ല നല്ല നേഴ്സിംഗ് ഹോമുകൾ, അതായത് വലിയ വലിയ കെയർ ഹോമുകൾ, ഗ്രൂപ്പ് ഓഫ് കെയർ കമ്പനികളിലൊക്കെയാണ് അവർക്ക് ജോലി കിട്ടിയിരുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. പക്ഷെങ്കിൽ പെട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ മലയാളികളായിട്ടുള്ള ഏജൻസികൾ, അതേപോലെ തന്നെ പാകിസ്ഥാനികൾ അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ഒക്കെ ഇടയ്ക്ക് നിന്ന ഏജൻസികൾ അവർ 15 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഇതേപോലെയുള്ള തുക്കട ഏജൻസികളുടെ ത്രൂവിൽ വന്നിട്ടുള്ള നേഴ്സിംഗ് ഹോമുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അവരുടെ വിസ നഷ്ടപ്പെടുന്നു, അവരുടെ ജോലി നഷ്ടപ്പെടുന്നു. പിന്നെ അവർക്ക് പീഡനങ്ങളാണ്. അതായത് 100 കണക്കിന് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇതേപോലെയുള്ള നേഴ്സിംഗ് ഹോമുകളിൽ വന്ന ആൾക്കാരാണ് ഇപ്പോൾ വിസ ഇല്ലാതെ തേരാപ്പാരം നടക്കുന്നത്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ആ ഒരു കമ്പനി കൂടി വന്നു കഴിഞ്ഞാൽ 3 മാസത്തെ ജോലിയാണ് കൊടുക്കുന്നത്. ഈ 3 മാസത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ 8 മണിക്കൂർ ജോലി ഉള്ളിടത്ത് അവർക്ക് 10-12 മണിക്കൂർ ജോലി എടുത്തതിന് ശേഷം ഈ 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറത്തെ പൈസ കൊടുത്ത് നമ്മൾ UK ആണോ എന്ന് പോലും നമ്മൾ ചില സമയങ്ങളിൽ ചോദിച്ചു പോകും. കാരണം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയമമുള്ള ഒരു രാജ്യമാണ്. കാരണം നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കൂടെ എക്സ്ട്രാ നിന്ന് കഴിഞ്ഞാൽ ആ 15 മിനിറ്റിന്റെ സാലറി നമുക്ക് സെപ്പറേറ്റ് തരുന്ന ഒരു രാജ്യമാണ് സത്യത്തിൽ UK. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് UK എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ആയിരക്കണക്കിന് വിദേശ രാജ്യങ്ങളിൽ ഇതേപോലെയുള്ള കെയർ വർക്കർമാരാണ് UK പല ഇതേപോലെയുള്ള ഉഡായിപ്പ് ഏജൻസികളുടെ ത്രൂവിൽ ഇവിടെ എത്തി ഇതേപോലെയുള്ള ഉഡായിപ്പ് കമ്പനികളിൽ, നേഴ്സിംഗ് ഹോമുകളിൽ, കെയർ ഹോമുകളിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഡൊമഷണറി കെയറിലൊക്കെ ജോലി ഉണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ നിന്ന് ഗൾഫിലേക്ക് ലേബേഴ്സിനെ കൊണ്ടുപോയിട്ട് ഇതേപോലെയൊക്കെ 50,000-60,000 രൂപയൊക്കെ മുടക്കിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലേബർ വർക്കേഴ്സായിട്ട് 15-20 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചിട്ട് വല്ല 10,000-6,000 രൂപ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതേ ഒരു കാര്യമാണ് ഇപ്പോൾ UK പല കമ്പനികളും ഇപ്പോഴ് അനുവർത്തിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഗവൺമെന്റ് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോഴ് ലോക്കിടുന്ന ഒരു സമയമാണ് ഇപ്പോഴ് നടന്നു വരുന്നത്. കാരണം ഇതേപോലെയുള്ള മിക്കവാറുമുള്ള എല്ലാ കമ്പനികളിലും ഇപ്പൊ റെയ്ഡുകൾ നടക്കുന്നു. ഇതേപോലൊക്കെ 10-15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ട് നരകിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ആൾക്കാരുടെ കമ്പനികൾ മിക്കവാറും പൂട്ട് വീഴുന്ന അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് നഷ്ടപ്പെടുന്ന ഒരു സമയത്തിൽ കൂടിയാണ് ഇപ്പോൾ UK കടന്നത്. നമുക്കറിയാം ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആൾക്കാർക്കാണ് ഇപ്പോഴും വിസ നഷ്ടപ്പെട്ട് ഇവിടെ കഷ്ടതയിൽ നിൽക്കുക. നമുക്കറിയാം UK ഒരു നിയമം അനുസരിച്ച് ഒരു വിസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 60 ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് തന്നെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് അവർക്ക് ഫ്രീ ആയിട്ട് വർക്ക് പെർമിറ്റ് നൽകുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. അതായത് UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് ഇതേപോലെയുള്ള കെയർ വർക്കേഴ്സിന്റെ ആവശ്യകതയുണ്ട്. അവർ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകൾ ഇപ്പോഴും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ UK എത്തിയതിനു ശേഷം വിസ നഷ്ടപ്പെട്ടിട്ടുള്ള കെയർ വർക്കേഴ്സിനെ ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ അവരുടെ, ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഇതേപോലെയുള്ള ലോക്കലായിട്ടുള്ള അതോറിറ്റികൾ അവർ ഇമെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് വിസകൾ നൽകും. അതിനുവേണ്ടി ഏകദേശം ഒരു 16 മില്യൺ പൗണ്ടാണ് ഗവൺമെന്റ് മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ജോലി കൊടുക്കുന്ന ഒരു എംപ്ലോയർക്ക് ഏകദേശം ഒരു 5,000
പൗണ്ട് ഗവൺമെന്റ് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത് വലിയൊരു റിലാക്സ് ആകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാലറി വർധനമൊക്കെ വന്നതോടുകൂടി ഇപ്പോഴ് വിസ തീരുന്നതിന് ശേഷം വിസ പുതുക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതായത് NHS ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള നഴ്സിംഗ് ഹോമുകളിൽ, ചില നഴ്സിംഗ് ഹോമുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി വളരെയധികം കുറവായിരിക്കും കൊടുക്കുന്നത്. ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഉടായ്പ കമ്പനിക്കാരൊക്കെ മിനിമം സാലറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ എന്ന് വെച്ചാൽ വളരെയധികം കുറവായിരിക്കും. അതായത് ഇപ്പോഴിവിടെ 12-21 ഇവിടുത്തെ നാഷണൽ മിനിമം വേജ്. അതുപോലും കൊടുക്കാത്ത നഴ്സിംഗ് ഹോമുകൾ, അല്ലെങ്കിൽ അത്രയും സാലറിയിൽ കാണിച്ചിട്ട് അവരുടെ ബാങ്കിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ 8-10 പൗണ്ടോ കൊടുക്കുന്ന ധാരാളം ഉടായ്പ കമ്പനി ഉണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് അവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നുള്ള കാര്യത്തിൽ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് നടക്കത്തില്ല. പക്ഷെങ്കിൽ CQCയുടെ ചെക്കിങ്ങും റെയ്ഡും എല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇവരെ എല്ലാം പൂട്ടിക്കെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗവൺമെന്റ് കുറച്ചുകൂടി ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം ലേബർ ഗവൺമെന്റിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. ഇവിടെ വന്നിട്ട് ഇതേപോലുള്ള റേപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്ന, ഇതേപോലുള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ള രാജ്യത്തു നിന്ന് വന്നിരിക്കുന്ന ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ധാരാളം ആൾക്കാരെ ഇപ്പോഴ് നാട് കടത്താനായിട്ട് ഗവൺമെന്റ് ഇപ്പോഴെ തീരുമാനിച്ചിരിക്കുന്നു. ഏകദേശം ഒരു 19,000-ൽ പരം ആൾക്കാരെ ഇതേപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇതേപോലൊക്കെ സെക്സ് കേസുകളിൽ, റേപ്പ് കേസുകളിലൊക്കെ പെട്ടുള്ള ആൾക്കാരെ ഇപ്പോഴും നാട് കടത്താനായിട്ട് പോകുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ഇതേപോലുള്ള റേപ്പ് കേസുകളിലൊന്നും പെട്ട ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ. പോളണ്ടിൽ നിന്നും, റൊമേനിയയിൽ നിന്നും, ലിത്വാനിയയിൽ നിന്നും, അൽബേനിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള സെക്സ് കേസുകളിൽ, റേപ്പ് കേസുകളിലൊക്കെ പെട്ടിട്ട് ഇതേപോലെ ഇല്ലീഗലായിട്ട് UK താമസമുള്ള അവരെ എല്ലാവരെയും തന്നെ ഗവൺമെന്റ് നാട് കടത്താനായിട്ട് പോകുന്നു. എന്തായാലും ലേബർ ഗവൺമെന്റിന്റെ മുകളിൽ നല്ല രീതിയിൽ ഇപ്പോഴേ പ്രഷർ ഉണ്ട്. അതേപോലെ തന്നെ റിഫോം പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പോൾ ഉദിച്ചു വരുന്നു. മെയ് മാസം 1-ാം തീയതി ഇവിടുത്തെ കൗൺസിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ലേബർ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം വലിയ പരിതാപകരമായിരുന്നു. ഇനിയിപ്പോഴും നിങ്ങൾ കെയർ വർക്കർമാരായിട്ടൊക്കെ UK എത്തിയിട്ടുള്ള ഇപ്പൊ 2 വർഷത്തെ വിസയൊക്കെ തീരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25,000 സാലറി ഇല്ല എന്നുണ്ടെങ്കിൽ, ആനുവലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ പുതുക്കാനായിട്ട് വലിയ പ്രശ്നമായിരിക്കും. വിസ പുതുക്കി കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ ഇതേപോലെയുള്ള കൗൺസിൽ അതോറിറ്റികളെയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ പുതുക്കി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല മിക്കവാറുമുള്ള എല്ലാ നഴ്സിംഗ് ഹോമുകളും ഇപ്പോഴേ £12.84, അതായത് £12.84 ആയിട്ട് അവരുടെ സാലറി ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതായത് ആനുവൽ സാലറി വരുമ്പോൾ 25,000 പൗണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK മിക്കവാറുമുള്ള ഇതേപോലെയുള്ള റേറ്റഡ് എല്ലാ നഴ്സിംഗ് ഹോമുകളും അവർക്ക് കെയർ വർക്കേഴ്സിന്റെ ധാരാളം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവർക്ക് പിരിച്ചുവിടാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കളയാനായിട്ട് അവർക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറുമുള്ള റേറ്റഡ് കമ്പനികൾ, ഇതേപോലെയുള്ള നല്ല നല്ല നഴ്സിംഗ് ഹോമുകളെല്ലാം തന്നെ അവരുടെ കെയർ വർക്കേഴ്സിന്റെ സാലറി £12.84 ആയിട്ട് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 1-2 NHS ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ഇപ്പോഴേ വിസ പുതുക്കാനായിട്ട് പോയിട്ടുള്ള 2-3 മലയാളികൾക്ക് ഇപ്പോഴേ വിസ റിജക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ £12.84 ഇല്ലാത്തതുകൊണ്ടാണ്. എന്തായാലും NHS ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോഴേ അവരുടെ സാലറി ഇൻക്രിമെന്റ് വരാനായിട്ട് പോവുകയാണ്. വന്നു കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യും. ഇപ്പോൾ 1-2 പേരുടെ വിസ റിജക്റ്റ് ആയതുപോലും അവരിപ്പോഴേ അടിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് നമ്മൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ധാരാളം ആൾക്കാർ ഇപ്പോഴേ വിസ പുതുക്കാനായിട്ട് പോകുന്ന ആൾക്കാരുടെ വിസയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും ക്യാൻസൽ ആക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇല്ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേസുകളിലൊക്കെ പെടുന്ന ആൾക്കാർ, അതിപ്പോൾ മലയാളി ആയാലും, അതിപ്പോൾ പാകിസ്ഥാനി ആയാലും, അതിപ്പോൾ അൽബേനിയ ആയാലും, റൊമേനിയ ആയാലും അവർ നോക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചാടുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർ വിസയൊക്കെ പുതുക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിസ പുതുക്കി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആൾക്കാർ, ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ സിസ്റ്റത്തിനും ഇവിടുത്തെ നിയമങ്ങൾക്കും അനുസരിച്ച് മാത്രം നിങ്ങൾ ജീവിക്കുക. നിങ്ങളിപ്പോൾ ഒരു കെയർ വർക്കർ ആണ് എങ്കിൽ പോലും നിങ്ങൾ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ വിസ കഴിയുമ്പോൾ നിങ്ങൾ പുതുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലീഗലായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. നിങ്ങൾക്ക് വിസ നിങ്ങളുടെ പുതുക്കി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് PR ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള കേസുകളിലോ വഴക്കുകളിലോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് നിൽക്കാനോ ഒന്നും പോകരുത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. റേപ്പ് കേസുകളിലോ അല്ലെങ്കിൽ പെണ്ണ് പ്രശ്നത്തിലോ അല്ലെങ്കിൽ മോഷണ കുറ്റത്തിലോ ഒന്നും നിങ്ങൾ പോയി പെടരുത്. അപ്പം അങ്ങനെ നിങ്ങൾ 5 വർഷം നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് PR കിട്ടും. എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വിസയൊക്കെ പുതുക്കി കിട്ടട്ടെ എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.